ചർച്ചിലെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? സാധാരണ ക്രിസ്മസ് കരോൾ പരിപാടികളുണ്ടാവും. പിന്നെ ആഘോഷമായിട്ടുള്ള ദിവ്യബലി, ആ കേക്ക് കട്ടിങ്, ആ അങ്ങനെയൊക്കെയുള്ള കേക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ബട്ടർഫ്ലൈസ്. അല്ല, ക്രിസ്മസിന് കേക്ക് കട്ടിങ് ഇല്ലെങ്കിൽ അതൊരു അതെ, തീർച്ചയായും. അപൂർണതയാണ്. ശരി. പാട്ടിനോടുള്ള ഫാദറിന്റെ ഇഷ്ടം ഏതൊരു വയസ്സിൽ മുതലാണ് വന്നു തുടങ്ങിയത്? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറിന് ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വലിയൊരു അത്ഭുത വസ്തുവായിരിക്കും ഇന്നത്തെ ലോകത്തിൽ. അന്നത് വലിയൊരു ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ചലച്ചിത്ര ഗാനങ്ങൾ, വിവിധ ഭാരതി, സിലോൺ റേഡിയോ, അങ്ങനെ ഒത്തിരി. അപ്പോൾ ഫുൾ ടൈം എൻ്റെ ഫാദറിന് ഇത് കേൾക്കൽ കുറച്ച് ഇഷ്ടം കൂടുതലായിരുന്നു. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇപ്പം ഞാനും ക്ലാസ്സില്ലാത്ത സമയത്തൊക്കെ അവിടെ വന്നിരുന്നിട്ട് ചെവി ഓർമ്മിച്ച് ഇതന്നെ പാട്ടുകൾ. അപ്പോൾ പിന്നെ അതിലത്തെ ചില ജിങ്കിൾസൊക്കെ പഠിക്കാൻ തുടങ്ങി, ബൈ ഹാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ അങ്ങനെ പതുക്കെ നമ്മൾക്ക് ഒരു ചെറിയ താല്പര്യം. പിന്നെ ചർച്ചിൽ കൊയർ ഉണ്ടായിരുന്നു, ഗായക സംഘം. അപ്പോൾ അതിലേക്ക് ചെറിയൊരു എൻട്രി കിട്ടി. അങ്ങനെ കുറേശ്ശെ മുന്നോട്ട്. ഞാൻ കൂടുതൽ സ്പോർട്സിലായിരുന്നു അന്ന് കാലത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. റണ്ണറാണോ ജമ്പറാണോ? രണ്ടുമുണ്ട്. ഫുട്ബോൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സെമിനാരിയിൽ ഞങ്ങൾ ഈ പ്രീ സ്റ്റുഡൻ്റുള്ള ട്രെയിനിങ് സമയത്താണ് പാട്ടിനൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ഭാഗവതര് വന്നിട്ട് ഞങ്ങളെ കർണാട്ടിക് സോങ് ബേസിക് ഫൗണ്ടേഷൻ എക്സസൈസ്. ക്ലാസിക്കൽ ഫാദറിന് എന്തെങ്കിലും ക്ലാസിക്കൽ എന്തെങ്കിലും? അതെ, ക്ലാസിക്കൽ. പിന്നെ അങ്ങനെ അങ്ങോട്ട് അതിൽ ഇൻട്രസ്റ്റ് കൂടി. ക്ലാസിക്കലാണോ? അല്ല, കർണാട്ടിക്, സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. പിന്നെ അത് കുറച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ ഇപ്പോ 10-30 കൊല്ലമായിട്ട് ആ ഒരു കർണാട്ടിക് ലോകത്തിലാണ്. ശരി. ഓ, അത് ശരി. എനിക്കറിയാം, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. പക്ഷെ യൂഷ്വലി ഇപ്പോൾ ഫാദർ പറഞ്ഞു ചലച്ചിത്ര ഗാനങ്ങളും അതെല്ലാം റേഡിയോയിൽ കേട്ടതാണ്. അതിലേതെങ്കിലും ഒരു ചലച്ചിത്ര ഗാനം നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഫാദറിനോട് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ഫാദർ കേൾക്കാം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചലച്ചിത്രം, നമ്മൾ സിനിമ പാട്ട്, പ്രത്യേകിച്ച് എനിക്ക് ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ ഒരു സിനിമയാണ് ബോബി എന്ന് പറയുന്നത്, ഋഷി കപൂർ. അപ്പൊ അന്ന് ഒരു പാട്ട് പഠിക്കാനായിട്ട് ടൈപ്പ് റെക്കോർഡറോ ഇതുപോലത്തെ CD-യോ ഒരു സംവിധാനമൊന്നുമില്ല. അപ്പൊ ഞാൻ 3 പ്രാവശ്യം കണ്ടു ഈ സിനിമ. പാട്ട് പഠിക്കാന്നുള്ള ഉദ്ദേശമാണ് കൂടുതൽ. പിന്നെ അതില് ശൈലേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ വലിയൊരു ഗായകൻ ആദ്യമായിട്ട് മിഷായർ തോ നൈ, ആ പാട്ട് വളരെ വലിയ ഹിറ്റ് സോങ് ആയിട്ട് മാറി. അപ്പോ ഈ ശൈലേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ ഗായകൻ ഈ ഒറ്റ പാട്ട് കൊണ്ട് വലിയ ഒരു ഫേമസ് ഗായകനായിട്ട് മാറി. എൻ്റെ വീടിനടുത്തൊരു സിനിമാ തിയേറ്റർ ഉണ്ട്. അപ്പൊ അവിടെ പാട്ട് വെക്കണതൊക്കെ കേട്ട് അങ്ങനെയാണ് പാട്ട്. അപ്പൊ ഈ പാട്ട് അന്ന് ഒരു ഹിറ്റ് പാട്ടായതുകൊണ്ട് ഇതെങ്ങനെയും പഠിക്കണം, ഇതിങ്ങനെ പാടണം. തീർച്ചയായിട്ടും. മിഷായത്തോ നൈ മകൾ യേ ഹസീ, जब से देखा मैंने तुझको मुझको शायरी आ गई. मैं शायर तो नहीं मगर ये हंसी, जब से देखा मैंने तुझको मुझको शायरी आ गई. मैं आशिक तो नहीं मगर ये हंसी, जब से देखा मैंने तुझको मुझको आशिकी आ गई. मैं शायर तो नहीं. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു പാട്ട് ഫാദറിന്റെ അടുത്ത് ലഭിച്ചു. ഞങ്ങള് ശ്വേത ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മലയാളം ചലച്ചിത്ര ഗാനം കേട്ട് ഒരാളാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മലയാളം പണ്ടത്തെ പാട്ടായിരിക്കും പാടുക. പക്ഷെ ഫാദർ ഈ പാട്ട് പാടുന്ന ഞങ്ങൾ എല്ലാരും സർപ്രൈസ് ആയി, അല്ലേ? എല്ലാരും സർപ്രൈസ്ഡ് ആയി. താങ്ക് യു ഫാദർ.